ഓക്കെ, അപ്പൊ ലീസ് പുതിയ സ്റ്റാൻഡേർഡ് കേട്ടോ, അത് ഇൻഡെക്സ് 116 ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയില്. അപ്പൊ ഈ ഒരു ലീസിന്റെ വീഡിയോയിലത്തെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആയിരിക്കുന്നത്. അപ്പൊ ഈ പുതിയ സ്റ്റാൻഡേർഡിന്റെ ലക്ഷ്യം തന്നെയാണ് ലീസിന്റെ റെക്കഗ്നിഷൻ, മെഷർമെന്റ്, പ്രസന്റേഷൻ, ഡിസ്ക്ലോഷർ അതിനെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഇതിന്റെ സ്കോപ്പ് എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ലീസസും പെടും. ഇവിടെ ഒരു പുതിയ വാക്കാണ് കൊണ്ടുവരുന്നത്. ഈ ലീസ്ഡ് അസറ്റ് എന്നായിരുന്നു പഴയ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നത്. പുതിയ സ്റ്റാൻഡേർഡിൽ അതിന്റെ വാക്ക് റൈറ്റ് ഓഫ് യൂസ് അസറ്റ് എന്നായി. അപ്പോ ലീസസ് റൈറ്റ് ഓഫ് യൂസ് അസറ്റ്, അപ്പൊ സബ് ലീസ് ഉൾപ്പെടെയുള്ള ലീസസ് ഈ പുതിയ സ്റ്റാൻഡേർഡിന്റെ സ്കോപ്പിൽ വരും. ചിലത് വരില്ല, ഈ കാണിച്ച 5 വരില്ല. ലീസ് ടു എക്സ്പ്ലോർ യൂസ് മിനറൽസ്, ഓയിൽ, നാച്ചുറൽ ഗ്യാസ് അങ്ങനെ വരില്ല. ഇൻഡെക്സ് 41 അനുസരിച്ചുള്ള ലീസ് ഓഫ് ബയോളജിക്കൽ അസറ്റ് വരില്ല. ഇൻഡെക്സ് 115 അനുസരിച്ചുള്ള സർവീസ് കൺസെഷൻ അറേഞ്ച്മെന്റ് വരില്ല. ഇൻഡെക്സ് 115 അനുസരിച്ചുള്ള ലൈസൻസ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വരില്ല. ഇൻഡെക്സ് 38 അനുസരിച്ചുള്ള ഇൻടാച്ചബിൾ അസറ്റും വരില്ല. ബാക്കിയെല്ലാം വരും. അപ്പൊ എങ്ങനെയാണ് ഈ പുതിയ സ്റ്റാൻഡേർഡ് വെച്ച് ലീസ് ഐഡന്റിഫൈ ചെയ്യുക? അപ്പൊ ഏറ്റവും ആദ്യം തന്നെ കോൺട്രാക്ടിന്റെ ആരംഭത്തിൽ എൻറ്റിറ്റി മനസ്സിലാക്കണം. കോൺട്രാക്ട് ലീസ് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ? അതെങ്ങനെ മനസ്സിലാക്കുക? ഇൻഡെക്സ് 116ന്റെ B9 to B31 വരെയുള്ള പാരഗ്രാഫ് വെച്ചാണ് മനസ്സിലാക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. ലീസിന്റെ കാഴ്ചപ്പാടിൽ ഓപ്പറേറ്റിംഗ് ലീസ് ഇല്ല, ഫിനാൻസ് ലീസ് മാത്രമേ ഉള്ളൂ. ലീസിന്റെ പുതിയ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ലീസിന്റെ കാഴ്ചപ്പാടില് ഫിനാൻസ് ലീസേ ഉള്ളൂ. പിന്നെ ഷോർട്ട് ടേം ആൻഡ് ലോ വാല്യൂ അസറ്റ്, അതിന്റെ ലീസ് ഒഴികെ ബാക്കി എല്ലാ ലീസും എന്താണ്? ഫിനാൻസ് ലീസ് ആണ്. ഓപ്പറേറ്റ് ലീസ് ഇല്ല ലീസിന്റെ കാഴ്ചപ്പാടില്, ലീസിന്റെ പുതിയ സ്റ്റാൻഡേർഡ് വെച്ചിട്ട്. അപ്പൊ എങ്ങനെയാണ് ലെസ് ഇവിടെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? ലീസ് അസറ്റ് എന്നതിന്റെ പുതിയ വാക്ക് എന്താ? റേറ്റ് ഓഫ് യൂസ് അസറ്റ്. അപ്പൊ റേറ്റ് ഓഫ് യൂസ് അസറ്റ് ആയിട്ടും ലീസ് ലാബിലിറ്റി ആയിട്ടും ലെസ്സി ഫിനാൻസ് ലീസ് ആകുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യണം. എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും? ആദ്യം ഇനീഷ്യലി റേറ്റ് ഓഫ് യൂസ് അസറ്റ് കോസ്റ്റിലാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. കോസ്റ്റ് എന്ന് വെച്ചാൽ എന്തൊക്കെ ഉൾപ്പെടുക? ദ എമൗണ്ട് ഓഫ് ദ ഇനീഷ്യൽ മെഷർമെന്റ് ഓഫ് ലീസ് ലാബിലിറ്റി, അത് കോസ്റ്റ് ഉൾപ്പെടും. എന്ന് വെച്ചാൽ ലീസ് പേയ്മെന്റിന്റെ പെർസെന്റ് വാല്യൂ കേട്ടോ, അത് ഒരു ഐറ്റം കോസ്റ്റ് ഉൾപ്പെടുന്ന ഒരു ഐറ്റം. രണ്ടാമത്തെ ഐറ്റം എനി ലീസ് പേയ്മെന്റ് മെയ്ഡ് അറ്റ് ഓർ ബിഫോർ ദി കമൻസ്മെന്റ് ഡേറ്റ് ലെസ് എനി ലീസ് ഇൻസെന്റീവ് റിസീവ്ഡ്. ഇത് മൂന്നാമത്തെ ഐറ്റം എനി ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ്. നാലാമത്തെ ഐറ്റം ആണ് കഴിഞ്ഞ സ്റ്റാൻഡേർഡിൽ നിന്ന് വരാത്ത പ്രധാനപ്പെട്ട ഐറ്റം. ഈ അസറ്റിന്റെ ഈ ലീസിന്റെ കാലാവധി കഴിയുമ്പോൾ ആ അസറ്റ് പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും കോസ്റ്റ് വരുമെങ്കിൽ അതും കൂടി കണക്കിലെടുത്തിട്ട് അതും കൂടി അസറ്റിന്റെ കോസ്റ്റ് ഉൾപ്പെടുത്തണം. അപ്പൊ ഇങ്ങനെയാണ് ഇനീഷ്യലി അസറ്റ് കാണിക്കുക. അപ്പൊ ഇനീഷ്യലി എങ്ങനെ ലാബിലിറ്റി കാണിക്കുക? അസറ്റായിട്ട് ലാബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണ്ടേ. ഇനീഷ്യൽ ലാബിലിറ്റി കാണിക്കുക എങ്ങനെയാണ്? ദ എമൗണ്ട് ഓഫ് ദ ഇനീഷ്യൽ മെഷർമെന്റ് ഓഫ് ലെസ് ലാബിലിറ്റി. അത് കാണിക്കുക എങ്ങനെയാ വെച്ചാൽ മിനിമം ലീസ് പേയ്മെന്റ്, ആ മിനിമം ലീസ് പേയ്മെന്റിന്റെ പെർസെന്റ് വാല്യൂ കേട്ടോ, ലീസ് പേയ്മെന്റിന്റെ പെർസെന്റ് വാല്യൂ, അങ്ങനെയാണ് ലാബിലിറ്റി കാണിക്കേണ്ടത്. ഇനി സബ്സീക്വന്റ് മെഷർമെന്റ്, കഴിഞ്ഞ സ്റ്റാൻഡേർഡിൽ ആദ്യം അസറ്റ് ആയിട്ട് ലാബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് പിന്നെ അത് മൈനസ് കാണിക്കണ്ടായിരുന്നു. ഇവിടെ മറ്റൊരു മെത്തഡാണ് കാണിക്കുന്നത് പുതിയ സ്റ്റാൻഡേർഡിൽ. ഓരോ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് അസറ്റ് കാണിക്കുക, എങ്ങനെ ലാബിലിറ്റി കാണിക്കുക? ഓരോ ബാലൻസ് ഷീറ്റും വരയ്ക്കുമ്പോൾ അസറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ലെസ്സിക്ക് ഒന്നുകിൽ കോസ്റ്റ് മോഡലോ അല്ലെങ്കിൽ റിവാലുവേഷൻ മോഡലോ ഉപയോഗിക്കാം. എന്താണ് കോസ്റ്റ് മോഡൽ എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് യൂസ് അസറ്റ് നിന്ന് അക്യൂമുലേറ്റഡ് ഡിപ്രിസിയേഷനും അക്യൂമുലേറ്റഡ് ഇമ്പയർമെന്റ് ലോസും മൈനസ് ചെയ്യാം. അതാണ് കോസ്റ്റ് മോഡൽ. റിവാലുവേഷൻ മോഡൽ എന്ന് വെച്ചാലോ അസറ്റിന്റെ ഫെയർ വാല്യൂ. അതുപോലെ ഓരോ ബാലൻസ് ഷീറ്റ് ഡേറ്റിലും എങ്ങനെ ലീസ് ലാബിലിറ്റി കാണിക്കുക? ക്യാരി എമൗണ്ടിന്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ ലീസ് ലാബിലിറ്റി ആഡ് ചെയ്തിട്ട് എമൗണ്ട് ഓഫ് ലീസ് പേയ്മെന്റ് മൈനസ് ചെയ്തിട്ട് ലീസ് മോഡിഫിക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഓരോ ബാലൻസ് ഷീറ്റ് ഡേറ്റിലും ലീസ് ലാബിലിറ്റി കാണിക്കുക. ഓക്കെ, അപ്പൊ ലെസ് ഇങ്ങനെ ചെയ്യണം. ലെസ്സയുടെ കാഴ്ചപ്പാടിൽ 2 ലീസും ഉണ്ട് കേട്ടോ, ഓപ്പറേറ്റ് ലീസും ഉണ്ട്, ഫിനാൻസ് ലീസും ഉണ്ട്. അപ്പൊ ഏത് സമയത്താണ് ഇത് ഫിനാൻസ് ലീസ് ആവുന്നത്, എപ്പോഴാണ് ഓപ്പറേറ്റ് ലീസ് ആവുന്നത്? ആ അണ്ടർലൈങ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിസ്ക്കും റിവാർഡും ലെസ്സിക്ക് കൊടുക്കേണ്ടിച്ച അത് ഫിനാൻസ് ലീസ് ആവും. അണ്ടർലൈങ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിസ്ക്കും റിവാർഡും ലെസ്സിക്ക് കൊടുക്കുന്നില്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ലീസ് ആവും. ഇനി
ഫിനാൻസ് ലീസ് ആകുമ്പോൾ ലെസ് എന്താ ചെയ്യേണ്ടത്? ലെസ് അസറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം ബാലൻസ് ഷീറ്റിൽ. അതിനെ റിസീവബിൾ ആയിട്ട് അസറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം ആൻഡ് പ്രസന്റ് ദം ആസ് റിസീവബിൾ. ആ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ലീസുമായിട്ട് ബന്ധപ്പെട്ട ആ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിച്ച് അത് റിസീവബിൾ ആയിട്ട് പ്രസന്റ് ചെയ്യുക ബാലൻസ് ഷീറ്റിൽ. അങ്ങനെയാണ് അസറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. പിന്നെ ഓരോ ബാലൻസ് ഷീറ്റ് ഡേറ്റിലും ഫിനാൻസ് ഇൻകായിട്ട് റെക്കഗ്നൈസ് ചെയ്യും വേണം. ഇങ്ങനെയാണ് ഫിനാൻസ് ലീസ് ആകുമ്പോൾ ചെയ്യുക. ഇനി ഓപ്പറേറ്റ് ലീസ് ആകുമ്പോഴോ ലെസ് കിട്ടുന്ന ലീസ് പേയ്മെന്റ് ഇല്ലേ, അത് ഇൻകായിട്ട് മാത്രം കാണിച്ചാൽ മതി, അത് അസറ്റ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ടോട്ടല് നമ്മൾ ഈ ആ ലീസ് എന്നുള്ള എല്ലാ കൺസെപ്റ്റും ഈ ഒരു സീരീസ് ഓഫ് വീഡിയോ കൂടെ ചെയ്തു കഴിഞ്ഞു. ആ എല്ലാ വീഡിയോയും കാണുക കേട്ടോ.